കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി എ.കെ. ബാലൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മണിയോടുകൂടി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നിരവധി യൂണിയൻ അംഗങ്ങൾ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടിയിൽ മുൻ മന്ത്രി എ.കെ. ബാലൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡുകളുമായി അതെത്ര പറഞ്ഞാലും അതിന്റെ പ്രാധാന്യം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമേ ഇവിടെ സൂചിപ്പിക്കാൻ. യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭം മെയ് മാസം 20-ാം തീയതി നടക്കേണ്ടതായി. അതാണ് മാറ്റിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. തൊഴിലാളി നയങ്ങളെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടാണ്. രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വിറ്റുതുളയ്ക്കുന്ന മോദിയുടെ നിലപാടുകൾക്കെതിരെയാണ് ഓരോ തൊഴിലാളിയും സമരത്തിന്റെ ഭാഗമായത്. തൊഴിലാളികൾക്ക് നൽകേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇനിയും രംഗത്ത് വരുമെന്നും എ.കെ. ബാലൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. CITU ജില്ലാ പ്രസിഡന്റ് എം ഹംസ, AITUC സംസ്ഥാന സെക്രട്ടറി വിജയൻ കുനിശ്ശേരി, മുൻ MP NN കൃഷ്ണദാസ്, മുൻ MLA TK നൌഷാദ്, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ K മല്ലിക, PG രാംദാസ്, S അനന്തകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, MM ഹമീദ്, മുബാറക്, സർല തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി.